For this moment, we want to read from Scripture. If you will turn with me to Acts chapter 4, and I will ask a brother here to read Acts chapter 4, verse 31 to verse 33. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Our dear Heavenly Father, may the words of our mouths and the meditation of all our hearts be acceptable in your sight. സ്വർഗപിതാവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. Amen. There is a very well-known cartoon strip that appears in many newspapers around the world, and it's called Peanuts. ലോകത്തിലെമ്പാടുമുള്ള പത്രങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാർട്ടൂൺ ഉണ്ട്. അതിൻ്റെ പേര് പീനട്സ് എന്നാണ്, അഥവാ നിലക്കടല. The author Charles Schulz was a Christian. ഈ കാർട്ടൂണിൻ്റെ രചയിതാവ് ചാൾസ് ഷുൾസ് എന്ന് പറയുന്ന ആൾ ഒരു ക്രിസ്ത്യാനിയാണ്. So often we will find Christian messages in his cartoon strips. നമ്മൾ ഈ കാർട്ടൂൺ ശ്രദ്ധിക്കുകയാണെങ്കിൽ പലപ്പോഴും ഒരു ക്രിസ്തീയ ദൂത് ഇതിനകത്ത് ഉള്ളടങ്ങിയിരിക്കുന്നത് ശ്രദ്ധിക്കുവാൻ കഴിയും. In one cartoon strip there is the brother and the sister arguing about which television channel to watch. ഇങ്ങനെയുള്ള ഒരു കാർട്ടൂണിനകത്ത് ഒരു ദൃശ്യം, ഒരു സഹോദരനും സഹോദരിയും കൂടെ ടിവിയിൽ ഏത് ചാനൽ കാണണമെന്നുള്ളതിനെ സംബന്ധിച്ചൊരു തർക്കം നടക്കുകയാണ്. The boy Linus was watching his favorite channel. ലൈനക്സ് എന്ന് പറയുന്ന സഹോദരൻ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നു. His sister Lucy came in and demanded that he change the channel to what she wanted. അപ്പോൾ ലൂസി എന്ന് പറയുന്ന അവന്റെ പെങ്ങൾ അകത്ത് വന്നിട്ട് ചാനൽ മാറ്റട എന്ന് പറയും. And then the brother asked the sister, "What makes you think that you can walk right in here and take over?" അപ്പോൾ സഹോദരൻ അവന്റെ പെങ്ങളോട് ചോദിക്കുന്നു, നീ എന്ത് അധികാരത്തിലാണ് ഇവിടെ വന്നിട്ട് ചാനൽ മാറ്റാൻ എന്നോട് പറയുന്നത്? Then the sister clenched a fist in front of him and said, "These 5 fingers." അപ്പോൾ അവന്റെ സഹോദരനെ നോക്കിക്കൊണ്ട് ആ സഹോദരി അവളുടെ മുഷ്ടി ചുരുട്ടിയിട്ട് പറഞ്ഞു, ഈ 5 വിരലുകളാണ് എനിക്ക് അതിനുള്ള അധികാരം തരുന്നത്. Individually they are nothing, but when I curl them together like this into a single unit, they form a weapon that is terrible to behold. എൻ്റെ ഓരോ വിരലുകൾക്കും അവരെ ഓരോന്നായി എടുത്താൽ ഒരു ബലമില്ലെങ്കിലും ഞാൻ ഇങ്ങനെ ചുരുട്ടി പിടിച്ചൊന്ന് തന്നാൽ അതൊരു മാരകമായ ആയുധം പോലെ ഇരിക്കുമെന്ന് അവൾ പറഞ്ഞു. Immediately the brother became meek and he asked the sister, "Which channel do you want?" പെട്ടെന്ന് സഹോദരന്റെ ശൗര്യമൊക്കെ കുറഞ്ഞു. അവൻ സഹോദരിയോട് ചോദിച്ചു, നിനക്ക് ഏത് ചാനലാണ് ഇപ്പൊ കാണേണ്ടത്? And after that he turned to one side, he looked at his own fingers and he talked to his fingers and he said, "Why can't you guys get organized like that?" ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവൻ ഇത്തിരി സഹോദരിയുടെ അടുത്തുനിന്ന് മുഖം തിരിച്ചിട്ട് അവന്റെ തന്നെ വിരലുകളെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്ര ഒരു ശക്തി സംഭരിച്ച് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല, ഐക്യതപ്പെടാൻ സാധിക്കുന്നില്ല എന്ന്. Sometimes in church we ask the same question, why can't we get organized like that? ചിലപ്പോൾ സഭകളിൽ നമ്മളോട് തന്നെ ഉയർത്തുന്ന ഒരു ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് നമുക്ക് ഒന്നായി ഇങ്ങനെ ശക്തിപ്പെടാൻ കഴിയുന്നില്ല എന്ന്. The Lord Jesus Christ in his high priestly prayer before he went to the cross prayed for his church. കർത്താവായ യേശു ക്രിസ്തു കുരിശിലേക്ക് നടന്നെടുക്കുന്നതിന് മുമ്പായി തന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ സഭയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു. And one of the most important things he prayed for his church was that his church would be united. സഭയ്ക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചതിലെ ഏറ്റവും മുഖ്യമായ ഒരു സംഗതി സഭ ഒന്നാകണമെന്നുള്ളതാണ്. In John chapter 17 verse 21, Jesus prays that all of them may be one. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നത് അവരെല്ലാവരും ഒന്നാകണമെന്നുള്ളതാണ്. Verse 22 he says the same thing, that they may be one. 22-ാം അധ്യായത്തിൽ വീണ്ടും ആവർത്തിച്ചത് പറയുന്നു, അവരെല്ലാവരും ഒന്നാകേണ്ടതിന്. Verse 11 he prays for the same unity. 11-ാമത്തെ വാക്യത്തിലും ഇത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, അവരുടെ ഐക്യതയ്ക്ക് വേണ്ടി. For the Lord to repeatedly pray for unity means that
it is very important to him. ഐക്യതയ്ക്ക് വേണ്ടി കർത്താവ് ഇങ്ങനെ തുടർച്ചയായി പ്രാർത്ഥിച്ചുവെങ്കിൽ അതിന്റെ അർത്ഥം കർത്താവ് ഈ ഐക്യതയ്ക്ക് വലിയൊരു സ്ഥാനം നൽകി എന്നുള്ളതാണ്. But the reality is that Christian disunity is often found in the church. എന്നാൽ നമുക്ക് ഇന്ന് കണ്ടു മനസ്സിലാക്കാവുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇടയിലെല്ലാം സഭ വിഘടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. It can come in different ways. അത് പല വിധത്തിൽ പ്രത്യക്ഷമാകാം. Sometimes open fights and conflicts occur. ചില സമയത്തെങ്കിലും നമ്മുടെ സഭകളിലൊക്കെ വളരെ തുറന്ന വഴക്ക് പോരാട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. At other times hidden conflicts, non-cooperation. എന്നാൽ ചില സമയത്ത് വഴക്ക് പ്രകടമല്ലെങ്കിലും നിസ്സഹകരണത്തിലൂടെ നമ്മുടെ സ്പർദ്ധ വഴക്ക് വിയോജിപ്പ് നാം പ്രകടമാക്കുന്നു. When the Old Testament patriarch Joseph was in Egypt, his brothers came because there was famine in Canaan. പഴയ നിയമത്തിലെ പിതാവായ യോസഫിനെ മിസ്രൈമിൽ നാം കാണുമ്പോൾ അവന്റെ സഹോദരന്മാർ അടുത്തു വരുന്നത് നാം വായിക്കുന്നുണ്ട്.